നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോളിംഗ് ബൂത്തിന്റെ പടിക്കൽ കൊണ്ട് കലമുടച്ചിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ പറയാം. ജയിക്കുമെന്ന് 80% ഉറപ്പിച്ചു നിൽക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്കടി കിട്ടിയതുപോലെയുള്ള വോട്ട് നോട്ട് എന്ന വിവാദം കത്തിക്കേറുന്നത്. ശോഭയുടെ ജാതകത്തിൽ ഒരു കാലത്തും ജയിക്കാൻ പോകുന്നില്ല എന്നെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പോലും പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി 5 അക്ക ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ MP. ആദ്യഘട്ടത്തിൽ രമേശ് പിഷാരടി ആയതുകൊണ്ട് തന്നെ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും രമേശ് പിഷാരടിയേക്കാൾ കൂടുതൽ ശക്തരായ നേതാക്കൾ എതിരാളികളായി വന്നിരുന്നുവെങ്കിൽ കൂടുതൽ ആവേശം തനിക്കും ഉണ്ടാകുമായിരുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പോലും പറയുന്ന സാഹചര്യത്തിൽ നിന്നും രമേശ് പിഷാരടി വിജയിക്കാനുള്ള സാധ്യത ഏറുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ കോൺഗ്രസിന്റെ കാറ്റ് തന്നെ അവിടെ തുടർന്നും വീശാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. 100 പേരിൽ നമ്മൾ അഭിപ്രായം എടുക്കുമ്പോൾ അതിൽ 50 പേരും അല്ലെങ്കിൽ 60 പേരും പറഞ്ഞിരുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാണ്. എന്നാൽ ഇന്നലത്തെ കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിഷാരടിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതും ആക്രമിക്കുന്നതും അദ്ദേഹം ജയിക്കുമെന്ന് എതിരാളികൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്. പിഷാരടി ഒരു മതേതര നിലപാടുള്ള സ്ഥാനാർത്ഥിയാണെന്നും ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണെന്നും ഷാഫി പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ പണം നൽകിയ യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഇതേ യുവതി ശോഭാ സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്നതും രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം നിൽക്കുന്നതും ഇവർ സ്ഥിരമായ ഒരു BJP പ്രവർത്തകയാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും അത് ശോഭാ സുരേന്ദ്രന് തന്നെ നീക്കമായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ അവസാന മിനിറ്റിൽ ശോഭ ഇത്തരത്തിലുള്ള മണ്ടത്തരം കാണിക്കുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഇത് ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാവണമെന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും എങ്ങനെയായിരിക്കും ഈ ഒരു കാറ്റ് വീശുക, ശോഭാ സുരേന്ദ്രനെതിരെ ആയിരിക്കുമോ ഈ കാറ്റ് വീശുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇന്ന് കേരളം വിധി എഴുതുകയാണ്. ആ വിധി എഴുത്തിൽ ശോഭാ സുരേന്ദ്രന്റെ വിധി എന്താകും എന്നിനി അടുത്ത മാസം 9-ാം തീയതിയോടുകൂടി നമുക്കറിയാം. വോട്ടർമാർക്ക് പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ വസ്തുക്കളെ അംഗീകരിക്കാതെ ന്യായീകരിക്കുകയാണ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ ആരോപിച്ചു. തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുന്നവർക്ക് നേരെ ആക്രോശിക്കുന്നത് രാഷ്ട്രീയ മര്യാദയല്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു. വസ്തുതകൾ ജനമധ്യത്തിൽ എത്തുമ്പോൾ പരിഭ്രാന്തരായി മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് വെല്ലുവിളിയാണ്. ഇത്തരം പ്രസ്താവനകളും പെരുമാറ്റങ്ങളും കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി വിലയിരുത്തുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം ഒഴുക്കിയെന്നത് വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് പുറത്തുവന്നത്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തെ നേരിടുന്നതിന് പകരം അനാവശ്യമായ നിഴൽയുദ്ധം നടത്തി വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് BJP ശ്രമിക്കുന്നത്. മാധ്യമങ്ങളെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന അവരുടെ വ്യോമോഹം മാത്രമാണ് എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജനവിധി അട്ടിമറിക്കാൻ പണം ഒഴുക്കുന്നവർക്ക് വോട്ടർമാർ തന്നെ തക്കതായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പുറത്താക്കിയ പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് C. വത്സനുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിലും യാതൊരു വസ്തുതയുമില്ല എന്നാണ് ഷാഫി വ്യക്തമാക്കിയത്. നാട്ടിൽ എന്ത് നടന്നാലും അതിലേക്ക് തന്റെ പേര് വലിച്ചിഴയ്ക്കുകയാണ് എന്നും എന്തെങ്കിലും തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി.